ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ ഇൻ്റർഫേസ് എല്ലാം കുറച്ച് ചേഞ്ച് ആയിട്ടുണ്ട്. ഇപ്പോൾ ഡയറക്റ്റ് നിങ്ങൾക്ക് ഡെയിലി സൈഫർ എല്ലാം ഫ്രണ്ട് പേജിൽ തന്നെ കാണാൻ സാധിക്കും. ഡെയിലി സൈഫർ പ്രസ് ചെയ്യുക. ഇന്നത്തെ ഡെയിലി സൈഫർ കോഡ് എന്ന് പറയുന്നത് FARM ആണ്, FARM. അപ്പോൾ ഫസ്റ്റ് ലെറ്റർ എഫിൻ്റെ കോഡ്, മോഴ്സ് കോഡ് എന്ന് പറയുന്നത് ഡോട്ട് ഡോട്ട് ഡാഷ് ഡോട്ട്. ഓക്കെ, ദെൻ എ ഡോട്ട് ഡാഷ്, പിന്നെ ആർ ഡോട്ട് ഡാഷ് dot, then m dash dash. Okay, take the price. അപ്പോൾ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇതിൻ്റെ പ്രോഫിറ്റ് പെർ ഹവർ, അതായത് അത് ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് എയർ ഡ്രോപ്പ് കിട്ടുന്നുണ്ട് എന്ന് ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏറ്റവും മുകളിൽ എനിക്കിപ്പോൾ 650K പ്രോഫിറ്റ് പെർ ഹവർ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക്, അതിൻ്റെ വാല്യൂ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് എയർ ഡ്രോപ്പ് കിട്ടുന്നത്. അത് കൂട്ടാനുള്ള, അതിൻ്റെ വാല്യൂ കൂട്ടാനുള്ള കാർഡുകൾ ഏതൊക്കെ? അപ്പോൾ നിങ്ങൾ കാണുന്ന കാർഡൊന്നും പർച്ചേസ് ചെയ്യാതെ അതിൻ്റെ വാല്യൂ നമുക്ക് കൂടുതൽ കിട്ടും, ഓട്ടോമാറ്റിക്കായിട്ട് കൂടുതൽ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതിൻ്റെ കാർഡുകൾ ഏതൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്ത് അപ്ഗ്രേഡ് ചെയ്യണം എന്നുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിരിക്കും നെക്സ്റ്റ് വീഡിയോ. ഇന്ന് തന്നെ ഞാൻ അത് മാക്സിമം അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അതെല്ലാവരും തീർച്ചയായിട്ടും കാണുക. അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് കാർഡ്, ഡെയിലി കോംബോ കാർഡ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല. അത് മറ്റൊന്നുമല്ല, അതിൻ്റെ താഴെ അത് ലോക്കായിരിക്കും. അതിൻ്റെ താഴെ ഒരു ലെവൽ കാണിച്ചിട്ടുണ്ടാകും. എൻ്റെ ഇപ്പം ഡെയിലി കാർഡ്സ് എല്ലാം മിക്കതും ഓപ്പൺ ആണ്, നിങ്ങൾക്ക് ഇവിടെ കാണാം. ലോക്കായത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണാം മാർജിൻ ട്രേഡിംഗ് X75. ഇത് ലോക്കാണ് എൻ്റെ. ഇതിപ്പോൾ അൺലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ താഴെ തന്നെ ഷോർട്ട് സ്ക്വീസ് ലെവൽ 10 എന്ന് കൊടുത്തിട്ടുണ്ടാവും. ഇതെന്തെന്ന് വെച്ചാൽ ഷോർട്ട് സ്ക്വീസ് എന്ന് പറയുന്ന ആ ഒരു കാർഡ് 10 ലെവൽ വരെ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യണം, എന്നാൽ മാത്രമേ ഈ ഒരു കാർഡ് ഓപ്പൺ ആവുള്ളൂ. അപ്പോൾ ഒരുപാട് ഇതിനു മുമ്പുള്ള വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കാര്യങ്ങൾ. അതുപോലെ ഇപ്പോൾ പുതിയ ആളുകൾക്ക് ചില കാർഡുകൾ ഓപ്പൺ ആവുന്നില്ല എന്ന് പറയുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, അതിൻ്റെ താഴെ ഇതുപോലെ എന്തെങ്കിലും മെസ്സേജ് കൊടുത്തിട്ടുണ്ടാവും. നിങ്ങളിപ്പോൾ 2 പേരെയോ 3 പേരെയോ റെഫർ ചെയ്യണം, എന്നാൽ മാത്രമേ ചില കാർഡുകൾ ഓപ്പൺ ആക്കാൻ പറ്റുന്നുള്ളൂ എന്ന് കൊടുത്തിട്ടുണ്ടാവും. എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഫ്രണ്ട്സിനെ റെഫർ ചെയ്താൽ മാത്രമേ ആ കാർഡ് ഓപ്പണായി നിങ്ങൾക്ക് കിട്ടുള്ളൂ. അത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ വേണ്ടി ഞാൻ വീണ്ടും കാണിച്ചു തരാം. ഈ മാർജിൻ ട്രേഡിംഗ് X75 ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷോർട്ട് സ്ക്വീസ് എന്ന് പറഞ്ഞ കാർഡ് ലെവൽ 10 വരെ, അത് എവിടെയെന്ന് നമ്മൾ നോക്കുക. എനിക്ക് തോന്നുന്നത് സ്പെഷ്യൽ എന്ന് പറഞ്ഞ സെക്ഷനിലായിരിക്കും. നിങ്ങൾക്ക് ഇവിടെ കാണാം താഴെ ഷോർട്ട് സ്ക്വീസ് എന്ന് പറഞ്ഞിട്ട്. ഇതിപ്പോൾ ഞാൻ ലെവൽ 7 വരെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അത് ലെവൽ 10 വരെ ഞാൻ ഇതുപോലെ അപ്ഗ്രേഡ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ചെയ്യുന്നില്ല, കാരണം ഞാനിപ്പോൾ നെക്സ്റ്റ് സ്റ്റേജ്, അതായത് 50 മില്യൺ പ്ലസ് സ്റ്റേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ടോക്കൺസ് ഞാൻ കളക്ട് ചെയ്യുകയാണ്. അത് കാരണം ഇത് ഞാൻ ഓപ്പൺ ചെയ്യുന്നില്ല. ഇതിപ്പോൾ ലെവൽ 10 വരെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സെക്ഷനിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ കാർഡ് ഓപ്പൺ ആയി കിട്ടും. ഓക്കെ, അപ്പോൾ ഇതുപോലെയാണ് ലോക്കായ കാർഡുകൾ ഓപ്പൺ ചെയ്യേണ്ടത്. അപ്പോൾ അറിയാത്ത ആളുകൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് വീഡിയോ കൂടി നിങ്ങൾ കാണുക. തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് നിങ്ങൾക്ക് ലഭിക്കാൻ ചാൻസ് ഉള്ള കാർഡുകൾ ഏതൊക്കെയാണ് അതുമാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്ത് അപ്ഗ്രേഡ് ചെയ്യുക. അപ്പോൾ കൂടുതൽ പ്രോഫിറ്റ് പെർ ഹവർ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച്.